50 വർഷമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. നൂറ്റാണ്ട്. ഒരു 15 വയസ്സൊക്കെ ഉള്ളപ്പോൾ മുതൽ തെരഞ്ഞെടുപ്പിൽ എൻ്റെ അച്ഛനോടൊപ്പം പ്രവർത്തനത്തിന് ഇറങ്ങിയ ഒരാളാണ്. പോസ്റ്റർ ഒട്ടിക്കാൻ, പശ കലക്കാൻ, പശ തേൽക്കാൻ, ചുവരെഴുതാൻ, വിറക് വെട്ടാൻ, വെള്ളം കോരാൻ, പ്രസംഗിക്കാൻ, വീട് കയറാൻ, അങ്ങനെ നിരന്തര പ്രവർത്തനങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും നടത്തിയ പരിചയമുണ്ട്. നിരീക്ഷിക്കാറുണ്ട് ഓരോ മണ്ഡലങ്ങളും. കേരളത്തിലെ ഓരോ ജില്ലകൾ തിരിച്ചുമൊക്കെ നിരീക്ഷിക്കാറുണ്ട് പണ്ട് മുതൽ തന്നെ. 77-ൽ വലിയ തെരഞ്ഞെടുപ്പ് പരാജയം, ഉറപ്പായിട്ടും ജയിക്കുമെന്നൊക്കെ വിചാരിച്ചു നിന്നപ്പോൾ വലിയ തിരിച്ചടികൾ കിട്ടി, അതും ഇടതുപക്ഷത്തിന്. ഇന്ത്യ മുഴുവൻ ഇന്ദിരാഗാന്ധിക്കെതിരെ വിധി എഴുതിയപ്പോൾ കേരളത്തിലെ 20-ൽ 20 സീറ്റും UDF കൊടുത്ത ജനങ്ങളാണ് കേരളത്തിലേത്. അടിയന്തരാവസ്ഥയിലെ എല്ലാ ക്രൂരതകളും, അറബിക്കടലിൽ അടിയന്തരാവസ്ഥ പോകട്ടെ എന്ന് പ്രഖ്യാപിച്ചു നടത്തിയ പോരാട്ടങ്ങൾ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് കുത്തിയ ഒരു ജനതയുണ്ട് കേരളത്തിൽ. അത് ഞങ്ങൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ എക്സിറ്റ് പോൾ എന്ന പേരിൽ വരുന്ന മുൻവിധികൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ എക്സിറ്റ് പോളുകളെല്ലാം വ്യർത്ഥം എന്നാണ്. വരാൻ പോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ വിജയമാണ്, ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണമാണ്. എനിക്കത് ഉറപ്പാണ്. എക്സിറ്റ് പോളുകളിൽ ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള വലിയ മാധ്യമ ഗ്രൂപ്പുകളൊക്കെ തന്നെയാണ് ഈ എക്സിറ്റ് പോളുകൾ പ്രധാനമായും സംഘടിപ്പിച്ചത്. അവരുടെ വിലയിരുത്തൽ നോക്കുമ്പോൾ ഇപ്പോൾ ജർണോ മിറർ അവർ പറയുന്നത് UDFന് 65 സീറ്റ് മുതൽ 80 വരെ കിട്ടാം എന്നാണ്. 65 എന്ന് വെച്ചാൽ 70 വേണ്ട ഭരിക്കാൻ. അപ്പോൾ 70 കിട്ടുമെങ്കിൽ അത് തിരിച്ചപ്പുറത്തേക്കും പോകാമല്ലോ, അതൊരു ഉറപ്പല്ല. പീപ്പിൾ ഇൻസൈറ്റ് 66 സീറ്റാണ് പറയുന്നത് മിനിമം. 66 മുതൽ 76 വരെ UDFന് കിട്ടാം. അതുപോലെ ചാണക്യ സ്ട്രാറ്റജീസ് അവർ 72 സീറ്റാണ് പറയുന്നത്. 70 സീറ്റ് ഭരിക്കാൻ വേണം, 72 കിട്ടും അല്ലേ, 2 സീറ്റ് അധികം. കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റ് അധികം UDFന് കിട്ടുമെന്നാണ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. 2 സീറ്റ് എന്നൊക്കെ പറയുന്നത് ഇവർ പറയുന്ന വിധിയെഴുത്ത് പോലെ അല്ലല്ലോ. അതുപോലെ CNN ഹോട്ട് വൈബ് അവർ 70 സീറ്റ് മിനിമം UDFന് കിട്ടുമെന്നാണ് പറയുന്നത്. ടൈംസ് നൗ JVC പറയുന്നത് 72 സീറ്റ് കിട്ടാം എന്നാണ് മിനിമം. അത് 84 വരെ പോകാം UDFന്. അങ്ങനെ UDFന് അനുകൂലമായ വിധിയെഴുത്ത് ഉണ്ടാകുമെന്ന് ഇവരൊക്കെ പരക്കെ പറയുമ്പോൾ നമ്മളൊക്കെ മണ്ടന്മാരാണോ? കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണോ? അല്ല മണ്ടികളുമാണോ? ഇത്ര വലിയ തിളക്കമാർന്ന ഭരണം കാഴ്ചവെച്ച ഒരു സർക്കാരിനെ ജനങ്ങൾ കാറ്റിൽ പറത്തി വിടുമോ? അങ്ങനെ ചെയ്യുമോ? ഇവിടെ നടന്നിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ അതൊന്നും എണ്ണി ഞാനിപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നില്ല, എല്ലാം പലരും കേട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. അതെല്ലാം വേണ്ട 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന ആ ഒരു ഭരണം മതിയോ? ദുർഭരണം എന്ന് തന്നെ പറയാവുന്ന ആ ഒരു പോയ കാലം തിരിച്ചു വരണമെന്നാണോ ഇവർ ആഗ്രഹിക്കുന്നത്? കുറേ പേരെങ്കിലും വെറുതെ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഒരു മാറ്റം ആവശ്യമാണ്. എന്തിനാണ് മാറ്റം? അത് പലരും ചിന്തിക്കുന്ന ഒന്നാണ്, കുറേ പേർ ചിന്തിക്കാതെ ചെയ്തിട്ടുണ്ടാകാം. ഇനി ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങനെ കൃത്യമായി മറിഞ്ഞോ? അതാണല്ലോ ഇവർ പറയുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ ഒരു അടിയൊഴുക്ക് പോലെ ഇടതുപക്ഷത്തിനെതിരായി വിധിയെഴുതി എന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. കൃത്യമായും ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള, എന്ന് വെച്ചാൽ മുസ്ലിം വോട്ടുകൾ ഭൂരിപക്ഷമുള്ള കേരളത്തിൽ 14 മണ്ഡലങ്ങളാണുള്ളത്. 140-ൽ 14 മണ്ഡലങ്ങൾ. അങ്ങനെ വിലയിരുത്തുമ്പോൾ അവർ അങ്ങനെ ഒരു നിലപാടെടുക്കുമോ? ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ എന്നും എടുത്തിട്ടുള്ളത് ഇടതുപക്ഷമാണ്. ആ ഒരു തിരിച്ചറിവില്ലാതെ ഇടതുപക്ഷത്തിന് എതിരായി ന്യൂനപക്ഷങ്ങൾ മറിച്ചു കുത്തുമോ? ആലോചിക്കേണ്ട സംഗതിയാണ്.
എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കേരളത്തിൽ തുടരുക തന്നെ ചെയ്യും. ഈ എക്സിറ്റ് പോളുകൾ കാറ്റിൽ പറത്തേണ്ട സമയം കഴിഞ്ഞു. പിണറായി തുടരും എന്ന് തന്നെ വിശ്വസിക്കാം. അതാണ് വരാൻ പോകുന്ന സത്യം.